ക്ലാസ് റൂമിലോട്ട് വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീസ്റ്റോം ബ്രിഡ്ജാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂള് നോക്കിയായിരുന്നു, ലൂപ്പ് റൂള് നോക്കിയായിരുന്നു. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീസ്റ്റോം ബ്രിഡ്ജാണ്. അപ്പോൾ വീസ്റ്റോം ബ്രിഡ്ജ് അതിൽ കിർച്ചോഫിൻ്റെ റൂൾസ് ഫസ്റ്റും സെക്കൻഡ് റൂളും അപ്ലൈ ചെയ്തിട്ടാണ്. കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂളായ ജംഗ്ഷൻ റൂളും അതുപോലെ കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂളായ ലൂപ്പ് റൂളും അപ്ലൈ ചെയ്തിട്ടാണ്. കഴിഞ്ഞ ദിവസം റൂള് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അതിൻ്റെ ഫസ്റ്റ് റൂളായ ജംഗ്ഷൻ റൂളും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളാണ്, 100% ഉറപ്പാണ്. ബോർഡ് എക്സാമിന് 100% ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ് വീസ്റ്റോം ബ്രിഡ്ജ്. അതുകൊണ്ട് ഇത് നല്ലപോലെ പഠിക്കണം. ഏറ്റവും എളുപ്പത്തിലാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. സോ നല്ല എളുപ്പത്തിൽ പഠിച്ചാൽ അത് അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ, അതായത് ചാപ്റ്റർ 3 ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കായിട്ടൊക്കെ ഉള്ളതാണ് വീസ്റ്റോം ബ്രിഡ്ജ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കും അതുപോലെ CBSE സ്റ്റുഡൻസിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഹാർഡൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. സോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ റെസിസ്റ്റേഴ്സാണ്. ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് വീസ്റ്റോം ബ്രിഡ്ജ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീസ്റ്റോം ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമുക്കൊരു അൺനോൺ റെസിസ്റ്റൻസ്, നമുക്കറിയാത്തൊരു റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ശരിക്കും വീസ്റ്റോം ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്ത് പറയുന്ന കാര്യമാണെന്ന് പറയുന്നത്. വീസ്റ്റോം ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അൺനോൺ റെസിസ്റ്റൻസ്, നമുക്കറിയാത്ത റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പം 4 റെസിസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് A എന്ന് പറഞ്ഞൊരു പോയിൻ്റ്, അതിൽ കൂടെ I2 A ടു ബിയിലോട്ട് I2 എന്ന് പറഞ്ഞ കറണ്ട് ഉണ്ട്. അതുപോലെ Bന്ന് സിയിലോട്ട്, ഇത് C ആണ്, സിയിലോട്ട് I4 എന്ന് പറഞ്ഞ കറണ്ടുണ്ട്. അതുപോലെ ഡിയിലോട്ട് I3 എന്ന് പറഞ്ഞ കറണ്ട്, D to A I1 എന്ന് പറഞ്ഞ കറണ്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഈ വീസ്റ്റോം ബ്രിഡ്ജിൻ്റെ ബാലൻസ്ഡ് കണ്ടീഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, derived the balanced condition of വീസ്റ്റോം ബ്രിഡ്ജ് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ആദ്യം സർക്യൂട്ട് എന്താണെന്ന് പറയുന്നു. അതായത് ഇവിടെ റെസിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, സെൻട്രലിൽ ഒരു ഗാലനോമീറ്റർ, ഇത് ഗാലനോമീറ്റർ ആണ് മക്കളെ. ഗാലനോമീറ്റർ ഉണ്ട്. ഈ ഗാലനോമീറ്ററോടെ പോകുന്ന കറണ്ട് 0 ആയിരിക്കും. ഒരു ബാലൻസ്ഡ് കണ്ടീഷനുള്ള വീസ്റ്റോം ബ്രിഡ്ജിൻ്റെ ഗാൽവനോമീറ്റർ, സെൻട്രൽ കൂടെ പോകുന്ന ഗാൽവനോമീറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വേണമെങ്കിൽ IG = 0. സോ ഫസ്റ്റ് കാര്യമാണ് IG = 0 ആയിരിക്കും. സോ ഫസ്റ്റ് കാര്യം എന്താ? IG = 0 ആയിരിക്കും. കാരണം ഗാൽവനോമീറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് 0 ആയിരിക്കും, ഒരു ബാലൻസ്ഡ് കണ്ടീഷനുള്ള വീസ്റ്റോം ബ്രിഡ്ജിൻ്റെ. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതിൽ 2 ജംഗ്ഷൻസ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ജംഗ്ഷൻ ബിയും രണ്ടാമത് എടുക്കുന്നത് ജംഗ്ഷൻ ഡിയും ആണ്. അപ്പോൾ ജംഗ്ഷൻ ബിയും ജംഗ്ഷൻ ഡിയും ആണ് എടുക്കുന്നത്. ഫസ്റ്റ് ജംഗ്ഷൻ, അപ്പം കിർച്ചോഫിൻ്റെ റൂൾ, ഫസ്റ്റ് റൂൾ അതാണ് ജംഗ്ഷൻ റൂൾ. എന്താണ് ഫസ്റ്റ് റൂള്? ജംഗ്ഷൻ റൂൾ. ജംഗ്ഷൻ റൂൾ അനുസരിച്ച് പറയുന്നത്, ജംഗ്ഷൻ റൂൾ പറയുന്നത് എന്താ? ടോട്ടൽ കറണ്ട്, അത് ആൽജിബ്രിക് സം ഓഫ് കറണ്ട് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് ജംഗ്ഷൻ റൂള് ജംഗ്ഷൻ ബി. അപ്പോൾ റൂളൊന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. റൂള് പറയുന്നത്, അതായത് ഇതാണ് ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട്, എൻ്റർ ദ കറണ്ട് പോസിറ്റീവും ലീവ് ചെയ്യുന്ന കറണ്ട് നെഗറ്റീവ് ആയിരിക്കും. ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് പോസിറ്റീവും ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഫോർ ഇങ്ങോട്ട് I2 എന്ന് പറഞ്ഞ കറണ്ട് വരുന്നുണ്ട്. സോ I2 എന്ന് പറഞ്ഞ കറണ്ട് എന്താണ്? പോസിറ്റീവും. I4 എന്ന് പറഞ്ഞ കറണ്ട് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? I2 അത് ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ടാണ്. ഇനി ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് എന്താണ്? I4. അപ്പോൾ I4 നെഗറ്റീവാണ്. ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് നെഗറ്റീവാണ്. ഈക്വൽ ടു എന്താണ്? 0. ദെൻ നമുക്ക് എന്ത് ചെയ്താം? I2 = I4 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? അതായത് ഈ മൈനസിന് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആയി, അത്രയേ ഉള്ളൂ. അടുത്ത ജംഗ്ഷൻ ജംഗ്ഷൻ ഡി ആണ്. ജംഗ്ഷൻ ഏതാണ്? ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. ജംഗ്ഷൻ റൂൾ ഏതാണ്? അറ്റ് ഡിയിൽ അപ്ലൈ ചെയ്യുന്നു. ഡിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തോ ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് ആരാ? I1 എന്ന് പറഞ്ഞ കറണ്ടാണ്. സോ ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് എന്താ? I1. സോ I1. ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് ആരാ? I3. അപ്പം -I3. കാരണം ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് നെഗറ്റീവും ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് എന്താണ്? പോസിറ്റീവാണ്. ഈക്വൽ ടു 0 എന്നാണ്. സോ I1 = I3 എന്ന് പറയാം നമുക്ക്. സോ അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ജംഗ്ഷൻ റൂളാണ്. ജംഗ്ഷൻ റൂൾ എന്താ പറയുന്നത്? ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് പോസിറ്റീവും ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് നെഗറ്റീവുമാണ്. ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് ആരാ? I2 ആണ്. സോ I2 - I4 = 0. ദെൻ I2 = I4. ദെൻ ജംഗ്ഷൻ ഡിയിൽ I1 - I3 = 0. ദെൻ I1 = I3 എന്ന് പറയും. ഇത് ഫസ്റ്റ് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ലൂപ്പ് റൂളാണ്. രണ്ടാമത്തെ റൂൾ ഏതാണ്? ലൂപ്പ് റൂൾ.
ഓക്കെ, ലൂപ്പ് റൂള്. അപ്പോൾ ഏത് ലൂപ്പ് എടുക്കണ്ടേ? അപ്പോൾ എടുക്കുന്ന ലൂപ്പ് ഏതാ? എ ബി ഡി എ. ഓക്കെ, ഇതാണ് ലൂപ്പ് കേട്ടോ. എ ബി ഡി എ. ഏതാ ലൂപ്പ്? എ ബി ഡി എ. സോ അപ്പോൾ ഞാൻ എടുക്കുന്ന ലൂപ്പ് ലൂപ്പ് റൂള് എ ബി ഡി എ. ലൂപ്പ് എ ബി ഡി എ, അതായത് ഒരു ക്ലോസ് ലൂപ്പ് ആയിരിക്കണം. എ ബി ഡി എ. ആദ്യം നമുക്കിതാ ഇങ്ങോട്ട് തന്നെ പോവാം. അപ്പോൾ എന്താ വരിക? അങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ വരിക? മൈനസ്, ഓക്കെ, I2 R2. ഓക്കെ, മൈനസ് I2 R2 അല്ലേ? മൈനസ് I2 R2. കാരണം എന്താ? ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂളിൽ അനുസരിച്ച് സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്. ഇത് നോക്കിക്കേ, I2ൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ആരോ മാർക്കല്ലേ. അപ്പോൾ സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ റെസിസ്റ്ററിലെ വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും. റെസിസ്റ്ററിലെ വോൾട്ടേജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ഇവിടുത്തെ വോൾട്ടേജ് എന്താ? I2 R2 അല്ലെ? V IR ആണ്. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സെയിം ഡയറക്ഷൻ കൊണ്ട് ആരോമാർക്ക് അങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ മൈനസ് I2 R2. ക്ലിയർ? നേരെ വന്ന് ഇവിടെ വന്നപ്പോൾ ഒരു ഗാലനോമീറ്റർ ഉണ്ട്. ഗാലനോമീറ്ററിലെ കറണ്ട് 0 ആണ്. അപ്പോൾ ഞാനിവിടെ +0. ഓക്കെ, 0. ദെൻ ഇതിൽ കൂടെ പോയി ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താണ്? ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഓഫ്, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, കറണ്ട് ഇങ്ങോട്ടാണ് വരുന്നത്. സോ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഓഫ് കറണ്ടാണ്. കാരണം കറണ്ട് ഇങ്ങോട്ടാണ് വരുന്നത്, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. സോ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആകുന്ന സമയത്ത് എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ പ്ലസ് എന്ത് ചെയ്താൽ നമുക്ക് I1 R1 എഴുതാം. പ്ലസ് I1 R1 = 0. ടോട്ടൽ വോൾട്ടേജ് 0 ആയിരിക്കും. ടോട്ടൽ വോൾട്ടേജ് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. ക്ലിയർ? അപ്പം നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് 0 ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? -I2 R2 +0 I1 R1 എന്ന് പറഞ്ഞു. അതായത് സെയിം ഡയറക്ഷൻ ആകുമ്പോൾ മൈനസ്, ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ പോസിറ്റീവ്, സെൻറ്ററിൽ കൂടെ പറഞ്ഞ കറണ്ട് 0. ദെൻ അപ്പോൾ ഇവിടെ ഈ -I2 R2 = അപ്പുറത്ത് അപ്പോൾ പോസിറ്റീവായി, ഇവിടെ നെഗറ്റീവായി = പോസിറ്റീവായി. ദെൻ ഞാനിട്ട് ഓരോ ഇക്വേഷൻ നമ്പർ കൊടുത്തു. I2 = I4 1, I1 = I3 2, ഇനി I1 R1 = I2 R2 3. ഇനി അടുത്ത് നമ്മുടെ നെക്സ്റ്റ് ലൂപ്പ് ഏതാ? നെക്സ്റ്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ CDBCA. അപ്പോൾ ഞാൻ ഇങ്ങോട്ടാണ് വരുന്നത്, കറണ്ട് അങ്ങോട്ടാണ് പോകുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്താ? പോസിറ്റീവ്. അപ്പോൾ I3 R3. ഓക്കെ, സെൻട്രിൽ കൂടെ IG ആണ്. IG-യിലെ കറണ്ട് എന്താണ്? 0. അപ്പോൾ IG-യിലെ കറണ്ട് 0 ആണ്. പ്ലസ് ഇനി ഇങ്ങോട്ട് നേരെ വരുമ്പോൾ സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ലേ? സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്താണ്? നെഗറ്റീവാണ്. നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നത്, കറണ്ടും അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നെഗറ്റീവാണ്. സോ അപ്പോൾ നെഗറ്റീവ്. ഓക്കെ, ഇവിടെ നെഗറ്റീവാണ്. നെഗറ്റീവ് I4 R4. നെഗറ്റീവ് I4 R4, അതായത് നെഗറ്റീവ് I4 സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഓക്കെ, സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഓക്കെ, ഇത് ഇനിയിപ്പം വീസ്റ്റോൺ ബ്രിഡ്ജ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ, മീൻസ് ഇതിൻ്റെ റൂൾസ് ഒന്നും അറിയില്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ലൂപ്പ് റൂൾ എടുത്ത് നോക്കിയാൽ മതി. സിമ്പിളാണ്. അതായത് സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട് ആവുന്ന സമയത്ത് റെസിസ്റ്റർ നെഗറ്റീവും, ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആവുന്ന സമയത്ത് റെസിസ്റ്ററിൻ്റെ അവിടെ പോസിറ്റീവും ആയിരിക്കും. ഓക്കെ, സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ I1 I4 R4 അങ്ങോട്ട് എടുത്തിടണം. അപ്പോൾ സിമ്പിളാണ്. I3 R3 = I4 R4. ഓക്കെ, ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, അപ്പോൾ ആദ്യം മുതൽ എന്തായിരുന്നു? നമ്മൾ ജംഗ്ഷൻ റൂൾ ഉപയോഗിച്ചു, നമുക്ക് I2 = I4 എന്ന് കിട്ടി. രണ്ടാമത്തെ ജംഗ്ഷൻ റൂൾ ഉപയോഗിച്ചു, I1 = I3 എന്ന് കിട്ടി. രണ്ട് ലൂപ്പ് റൂൾ ഉപയോഗിച്ചു. ഒന്ന് I1 R1 = I2 R2, രണ്ടെന്താ I3 R3 = I4 R4. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. ഇക്വേഷൻ നമ്പർ 3 എന്തായിരുന്നു? I1 R1 = അല്ലേ? I1 R1. ഇക്വേഷൻ നമ്പർ എന്താണ്? 4 എന്താ? I3 R3. ഇവിടെ എന്തായിരുന്നു? I2 R2 / I4 R4. എന്താണ്? I4 R4. ഓക്കെ, ഓക്കെ, ക്ലിയർ? ദെൻ നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ ജംഗ്ഷൻ റൂൾ എന്തായിരുന്നു? സിമ്പിൾ. I1 = I3 ആണ്. അപ്പോൾ I1 I3 ഈക്വല. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയില്ലേ? I1 I3 ഈക്വല. അപ്പോൾ രണ്ടും ക്യാൻസൽ ആയി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? R1 / R3. I1 നമ്മുടെ ഏറ്റവും ജംഗ്ഷൻ റൂളിൽ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താ? I1 I3 ഈക്വലാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? I2 = R4 എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ. ഇതും ക്യാൻസൽ ആയി പോയി. ബാക്കി അവിടെ ആരോ അല്ലേ? R2 = R4 നമുക്ക് കിട്ടി. നമുക്കെന്ത് കിട്ടി? റെസിസ്റ്റൻസ് കിട്ടി. ഇനി ഇതൊന്ന് ബാലൻസ് ചെയ്താൽ മതി. അതായത് ഒരേ സ്ഥലത്തുള്ളവർ ഒരുമിച്ച് എടുക്കുക. R2 / R1, അതായത് ഈ R1 ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ദെൻ ഈ R4 അങ്ങോട്ട് കൊണ്ടു. അപ്പോൾ R4 /
R3. So this condition is called, and the condition വിളിക്കുന്നത് the balanced condition of Wheatstone bridge. ഈ കണ്ടീഷൻ വിളിക്കുന്നത് എന്താ? R2 by R1 equal to R4 by R3. ഈ കണ്ടീഷൻ വിളിക്കുന്നത് എന്താ? the balanced condition of Wheatstone bridge. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൂപ്പ് റൂൾ ഒന്നും അറിയില്ലെങ്കിൽ തൊട്ട് മുമ്പിലെ വീഡിയോ നോക്കിയാൽ മതി. ഓക്കെ, ചാനലിലെ തൊട്ട് മുമ്പിലുള്ള വീഡിയോ നോക്കിയാൽ ലൂപ്പ് റൂൾ ഉണ്ട്, അത് പഠിച്ചത് സിമ്പിളാണ്. ഓക്കെ, ആദ്യം നമ്മൾ ജംഗ്ഷൻ റൂൾ എടുത്തു, 2 ജംഗ്ഷൻ റൂൾ എടുത്തു, നമ്മൾ 2 ലൂപ്പ് റൂൾ എടുത്ത് സോൾവ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.